to all. Today I am going to teach banks and economic development. എന്താണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ബാങ്ക് ഇസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡ് മണി. നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി കോമേഴ്സ്യൽ ബാങ്ക്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ റൂറൽ ഏരിയയിൽ അത് മെയിനായിട്ട് ട്രേഡ് ആൻഡ് കൊമേഴ്സിന് വേണ്ടിയാണ്. പക്ഷെ അവർ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അർബൻ ഏരിയസിലാണ്. ഒരു രാജ്യത്തിൻ്റെ ബാങ്കിങ് സ്ട്രക്ചറിന് ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ ആ കൺട്രിക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. A country cannot develop without developing the banking structure of that country. ഒരു രാജ്യത്തിൻ്റെ ബാങ്കിങ് സിസ്റ്റത്തിന് പ്രോപ്പറായിട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടായില്ലെങ്കിൽ ആ രാജ്യത്തിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. കൊമേഴ്സ്യൽ ബാങ്ക്സിന് നമ്മൾ പറയുന്നത് റിസർവർ ഓഫ് റിസോഴ്സസിൻ്റെ റിസർവറായിട്ടാണ് കൊമേഴ്സ്യൽ ബാങ്ക്സിനെ നമ്മൾ പറയുന്നത്. അവർ ഈ ഫണ്ട് എന്തിനു വേണ്ടി യൂസ് ചെയ്യും? ഫോർ ദി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി നാഷൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊമേഴ്സ്യൽ ബാങ്ക്സ് അവർക്ക് കിട്ടുന്ന ഫണ്ട് യൂസ് ചെയ്യും. ഇനി എന്തൊക്കെയാണ് ഒരു ബാങ്ക് അതിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് ചെയ്യുന്ന കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് സ്റ്റിമുലേഷൻ ഓഫ് ദി സേവിങ്സ്. സെക്കൻഡ്, ക്യാപിറ്റൽ ഫോർമേഷൻ. തേർഡ്, ഫെസിലിറ്റേറ്റിംഗ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്. ഫോർത്ത്, ഇന്നോവേറ്റിംഗ് എൻ്റർപ്രനേഴ്സ്. ഫിഫ്ത്ത്, പ്രൊമോഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. സിക്സ്ത്, മോണിറ്ററൈസേഷൻ ഓഫ് ഇക്കണോമി. സെവൻത്ത്, ഫെസിലിറ്റേറ്റ് ഇൻ്റർനാഷണൽ ട്രേഡ്. എയ്ത്ത്, create employment opportunities. Ninth, influencing economic activities. 10th, implementation of monetary policy. 11th, encouraging right type of industries. 12th, balanced development. നമുക്കിനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, സ്റ്റിമുലേഷൻ ഓഫ് ദി സേവിങ്സ്. സ്റ്റിമുലേഷൻ ഓഫ് സേവിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കുകാർ പബ്ലിക്കിന് അവരുടെ ഡെപ്പോസിറ്റുമേ സേഫ്റ്റിയും സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യും. അതുകൂടാതെ തന്നെ അവർ ഇൻട്രസ്റ്റും കൂടിയും പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് അവരുടെ ആ ഫണ്ട് അവർ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത ഫണ്ട് തെഫ്റ്റോ ഫയറോ വഴി നഷ്ടപ്പെടോ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. ബാങ്കുകാർ ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റിയും സേഫ്റ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുവഴി എന്ത് കൂടും? സേവിങ്സ്, പബ്ലിക്കിൻ്റെ സേവിങ്സ് ഇതുവഴി സ്റ്റിമുലേറ്റ് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ക്യാപിറ്റൽ ഫോർമേഷൻ. സെക്കൻഡ് പോയിന്റ്, ക്യാപിറ്റൽ ഫോർമേഷൻ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാനായിട്ട് നമുക്ക് എന്ത് വേണം? ക്യാപിറ്റൽ. എ വെൽ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം ഈസ് ഏബിൾ ടു പ്രൊവൈഡ് സഫിഷ്യൻറ്റ് ക്യാപിറ്റൽ ടു ദി ഗ്രോത്ത് ഓഫ് കോമേഴ്സ് ആൻഡ് ട്രേഡ്. ഒരു വെൽ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്യാപിറ്റൽ, ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാനായിട്ട് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ ബാങ്ക്സിന് സാധിക്കും. അതായത് ബാങ്കുകാർ പബ്ലിക്കിൻ്റെ നിന്ന് സ്മോൾ സേവിങ്സ് കളക്ട് ചെയ്യും. ഈ സ്മോൾ സേവിങ്സ് ഒരുമിച്ച് കൂട്ടിയിട്ട് അവരെന്ത് ചെയ്യും? ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി ആ ഫണ്ട് യൂസ് ചെയ്യും. പബ്ലിക്കിൻ്റെ നിന്ന് സേവിങ്സ് കളക്ട് ചെയ്ത സേവിങ്സ് പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി വിനിയോഗിക്കും. അതുവഴി ഇപ്പോൾ ക്യാപിറ്റൽ ഷോർട്ടേജ് കൊണ്ട് ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനത്തിന് റൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ബാങ്കുകാർ എന്ത് ചെയ്യും? ആ ക്യാപിറ്റലിന് വേണ്ടിയുള്ള ഫണ്ട് കൊടുത്ത് ആ ബിസിനസ് സ്ഥാപനത്തിന് ട്രേഡ്, കോമേഴ്സ്, ഇൻഡസ്ട്രി ഇതിനൊക്കെ എന്ത് ചെയ്യും? ഡെവലപ്മെൻറ്റ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇനീഷ്യലായിട്ടുള്ള ക്യാപിറ്റൽ എമൗണ്ട് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ്, ഫെസിലിറ്റേറ്റ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസും അതുപോലെ ഡെവലപ്പിംഗ് കൺട്രീസും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചറാണ്. ഈ അഗ്രികൾച്ചേഴ്സിന് എന്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകും? ഇപ്പോൾ അവർക്ക് അഗ്രികൾച്ചറൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ സീഡ് വാങ്ങാൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസറൊക്കെ വാങ്ങാനായിട്ട് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഫണ്ട് ആവശ്യമുണ്ട്. അതിൻ്റെയൊക്കെ അഭാവം കൊണ്ട് അവർക്ക് പ്രോപ്പറായിട്ടുള്ള അഗ്രികൾച്ചർ റൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ബിസിനസ് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും? കൊമേഴ്സ്യൽ ബാങ്ക്സ് ലോൺസും അഡ്വാൻസസും എന്തിനൊക്കെ വേണ്ടി? പർച്ചേസിങ് സീഡ്സ്, ഫെർട്ടിലൈസർ, ഇൻസെക്ടിസൈഡ്സ്, ട്രാക്ടേഴ്സ്, ഫാം എക്യുപ്മെൻറ്റ്സ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങാനായിട്ടുള്ള ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർക്ക് കൊടുക്കും? ഫാർമേഴ്സിന് കൊടുക്കും. Commercial banks grant loans and advances to purchase seeds, fertilizers, insecticides, tractors, farm equipments, etc. Next, fourth point, innovative entrepreneurs. Innovative entrepreneurs or entrepreneur അല്ല entrepreneur. നമുക്കറിയാം, നമ്മൾ EDP പഠിച്ചു. ആരാണ് entrepreneur എന്ന് പറഞ്ഞാൽ? The person who start the business.
ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തി തന്നെയാണ് ഓൺട്രപ്രനർ എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മൾ പലർക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ലാത്ത കാരണം നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ ബാങ്കുകൾ എന്ത് ചെയ്യും, ഈ ഇൻട്രാപ്രനേഴ്സിന് അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ പിന്നെ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ നടത്താനായിട്ട് ഇതിനെല്ലാത്തിനും ഫണ്ട് വേണം. അപ്പോൾ എൻട്രപ്രനേഴ്സ് എന്ത് ചെയ്യും, ഹെസിറ്റേറ്റ്സ് ടു സ്റ്റാർട്ട് ന്യൂ വെഞ്ചേഴ്സ്. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, ഈ പുതിയ എൻട്രപ്രനർ സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ അത് റൺ ചെയ്യാനായിട്ടുള്ള ഫണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്നോവേഷൻസ് ആയിട്ടുള്ള ചെയ്യാനായിട്ടുള്ള ഫണ്ട് ഈ ഓൺട്രപ്രനേഴ്സിന് കൊടുക്കും. അതുവഴി അവരെന്ത് ചെയ്യും, പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യും, പുതിയ ഇന്നോവേഷൻസ് ഒക്കെ നടത്തും. അതാണ് 4th പോയിന്റ്, ഇന്നോവേറ്റീവ് എൻട്രപ്രനറിൽ പറയുന്നത്. നെക്സ്റ്റ് 5th പോയിന്റ്, പ്രൊമോഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അതുപോലെ തന്നെ നമ്മുടെ കൺട്രിയിലെ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്പിന് വേണ്ടിയും ആവശ്യമായിട്ടുള്ള ഫണ്ട് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് commercial banks can provide financial assistance to small scale industries in the form of cash credit, overdraft, loan facility. ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് പ്രൊമോഷൻ കൊടുക്കും. ഈ ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റ് വഴി നമുക്ക് എന്താ ഉണ്ടാവുക, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് കൂടിയാണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, മോണിറ്റലൈസേഷൻ ഓഫ് ഇക്കോണമി. മോണിറ്റലൈസേഷൻ ഓഫ് ഇക്കോണമി. മോണിറ്റൈസേഷൻ ഈസ് നെസസറി ഫോർ ദി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. നമുക്കറിയാം, മോണിറ്റൈസേഷൻ എന്ന് വെച്ചാൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് 2 ടൈപ്പാണുള്ളത്, മോണിറ്റൈസേഷൻ ഓഫ് ഡെപ്റ്റും സെക്കൻഡ് ഓപ്പണിംഗ് ന്യൂ ബ്രാഞ്ചസും. മോണിറ്റൈസേഷൻ ഓഫ് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക്സ് പർച്ചേസും അതുപോലെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. ഇത് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് അവർ ക്രിയേറ്റ് ചെയ്യും. The commercial banks purchase and sell security and create demand deposit. Next വരുന്നത് ഓപ്പണിംഗ് ന്യൂ ബ്രാഞ്ചസ്. അതായത് കൊമേഴ്സ്യൽ ബാങ്ക്സ് പുതിയ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യും. എവിടെയൊക്കെ, റൂറലും സെമി അർബൻ ഏരിയസ് ആസ് എ പാർട്ട് ഓഫ് ബ്രാഞ്ച് എക്സ്പാൻഷൻ. ബ്രാഞ്ചസ് കൂട്ടാനായിട്ട് അവർ അർബൻ ഏരിയയിലും സെമി അർബൻ ഏരിയയിലും പുതിയ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യും. ഇനി 7th പോയിന്റ്, ഫെസിലിറ്റേറ്റ് ഇൻ്റർനാഷണൽ ട്രേഡ്. നമുക്കറിയാം, ഇൻ്റർനാഷണൽ ട്രേഡിന് വേണ്ടി ബാങ്ക്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഡിഫറെൻറ്റ് സർവീസസ്, അതായത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ആക്സെപ്റ്റൻസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, കളക്ഷൻ ആൻഡ് പ്രൊവിഷൻ ഓഫ് ട്രേഡ് ഇൻഫർമേഷൻ, ഇങ്ങനത്തെ എല്ലാത്തിനും, അതായത് ഇൻ്റർനാഷണൽ ട്രേഡിന് വേണ്ടിയുള്ള ഫെസിലിറ്റീസും ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഇൻ്റർനാഷണൽ ട്രേഡ് വഴി നമ്മുടെ കൺട്രിക്ക് എന്തുണ്ടാവും, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതാണ് ഫെസിലിറ്റേറ്റ് ഇൻ്റർനാഷണൽ ട്രേഡ് കൂടുന്നതനുസരിച്ച് ഇക്കണോമിക് ഡെവലപ്മെൻറ്റും കൂടും. അതാണ് ബാങ്ക് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇൻ്റർനാഷണൽ ട്രേഡും കൂടിയും കണ്ടക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത്. നെക്സ്റ്റ്, create employment opportunities. 8th point, create employment opportunities. ബാങ്ക്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ ബാങ്കുകൾ പുതിയ ബ്രാഞ്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, പുതിയ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുവഴി കുറേ പേർക്ക് അവിടെ എംപ്ലോയ്മെൻറ്റ് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ബാങ്ക്സ് ഓൺട്രപ്രനർഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, പുതിയ ഓൺട്രപ്രനർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ ഒരുപാട് പേർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും, എക്കണോമിക് ഗ്രോത്ത്. അൺഎംപ്ലോയ്മെൻ്റ് ആണല്ലോ ഇപ്പോൾ നമ്മുടെ മെയിൻ പ്രോബ്ലം. അപ്പം നമുക്ക് പ്രോപ്പറായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് പോസിബിൾ ആണ്. നെക്സ്റ്റ് 9th, ഇൻഫ്ലുവൻസിങ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. 9th, ഇൻഫ്ലുവൻസിങ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഇൻഫ്ലുവൻസിങ് ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ 2 പോയിൻ്റാണ് വരുന്നത്. വേരിയേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റും അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്, 2 എണ്ണമാണ്. ഇതിൽ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചെന്ന് വയ്ക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കഴിയുമ്പോൾ കുറേ പേർക്ക് ലോൺസ് അതുവഴി എടുക്കാനായിട്ട് വരും. ബാങ്കുകളുടെ ആ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ്, വേരിയേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്, അത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്. ബാങ്ക്സ് ക്രിയേറ്റ് ക്രെഡിറ്റ് ത്രൂ ദ പ്രോസസ് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ. അതും എന്താ പറയുക, ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഇഫക്റ്റീവായിട്ടുള്ളൊരു മെഷറാണ്. നെക്സ്റ്റ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മോണിറ്ററി പോളിസി.
നെക്സ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മോണിറ്ററി പോളിസി. നമുക്കറിയാം ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള മോണിറ്ററി പോളിസി നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അനിവാര്യമാണ്. അപ്പോൾ ഈ മോണിറ്ററി അതോറിറ്റി ഓഫ് ദി കൺട്രി കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ക്രെഡിറ്റ് ആൻഡ് ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് കോപ്പറേഷൻ ഓഫ് ദി ബാങ്കിങ് സെക്ടർ. അതുവഴി നമുക്ക് എന്തുണ്ടാവും, പ്രോപ്പറായിട്ടുള്ളൊരു മോണിറ്ററി പോളിസി നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാവും. ഇത് നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് അനിവാര്യമാണ്. നെക്സ്റ്റ് 11th എൻകറേജിങ് റൈറ്റ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് നമ്മൾ എന്ത് ചെയ്യണം, ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ ബാങ്ക്സ് ലോൺസ് ഈ ഇൻഡസ്ട്രീസിന് പ്രൊവൈഡ് ചെയ്യും. അവർ എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ ദേ പ്രൊവൈഡ് റൈറ്റ് ടൈപ്പ് ഓഫ് ലോൺസ് ടു റൈറ്റ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്. റൈറ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് റൈറ്റ് ടൈപ്പ് ഓഫ് ലോൺസ്. പലതരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്, ഓരോ ഇൻഡസ്ട്രിക്ക് ഓരോ ടൈപ്പ് ഓഫ് ലോൺസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് എൻകറേജിങ് റൈറ്റ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിൽ വരുന്നത്. നെക്സ്റ്റ് 12th പോയിന്റ് ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ്. Commercial banks can help to achieve a balanced development by facilitating proper distribution of funds through various branches. എല്ലാ ബ്രാഞ്ചസിനും ഒരുമാതിരി ഫണ്ട് കിട്ടാൻ മാതിരിയാണ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇറ്റ് ഹെൽപ്പ് ടു ഡെവലപ്പ് ദ ബാക്ക്വേർഡ് റീജിയൻസ് ബൈ ട്രാൻസ്ഫറിങ് സർപ്ലസ് ഫ്രം ദി ഡെവലപ്ഡ് റീജിയൻ ടു ലെസ് ഡെവലപ്ഡ് റീജിയൻ. ഡെവലപ്പായിട്ടുള്ള റീജിയനിൽ നിന്ന് ലെസ് ഡെവലപ്ഡ് റീജിയനിലേക്ക് ഫണ്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അത് നമ്മുടെ ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റിന്, അതായത് നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസിലെ എക്സസ് ആയിട്ടുള്ള ഫണ്ടുകൾ അത് ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ, അതാണ് ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് പോസിബിൾ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ബാങ്ക്സ് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് സ്റ്റിമുലേഷൻ ഓഫ് സേവിങ്സ്, സെക്കൻഡ് ക്യാപിറ്റൽ ഫോർമേഷൻ, തേർഡ് ഫെസിലിറ്റേറ്റ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, ഫോർത്ത് ഇന്നോവേറ്റിംഗ് ഇൻട്രാപ്രനേഴ്സ്, നെക്സ്റ്റ് പ്രൊമോഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, മോണിറ്റൈസേഷൻ ഓഫ് ഇക്കണോമിക് ഫെസിലിറ്റീസ്, ഇൻ്റർനാഷണൽ ട്രേഡ്, ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻഫ്ലുവൻസ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മോണിറ്ററി പോളിസി, എൻകറേജിംഗ് റൈറ്റ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്, 12th ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, താങ്ക് യു.